ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ നിന്നും കുടുംബസമേതമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ബാപ്പു വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞാൽ കൊടുത്തെങ്കിൽ അതിന് മാത്രമുള്ള സമയം നമുക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് ഗാനങ്ങൾ പാടി അവസാനിക്കുക അല്ലേ. തങ്കൃതപ മകരി എന്ന് പറയുന്ന ഗാനം പാടാം. സംഗൃതമകരി തങ്കത്തുങ്കതികില തിങ്കൃത തിമികിട്ട മേളം തകതന്തരി തരിഗമ തത്തതികില ചിന്തിമി തലങ്കൃത താളം സംഗൃതമകരി തങ്കത്തുങ്കതികില തിങ്കൃത തിമികിട്ട മേളം തകതന്തരി തരിഗമ തത്തതികില ചിന്തിമി തലങ്കൃത താളം സംഗൃതമോടെ തിരു സ്വർഗത്തെ തഞ്ചത്തെ സ്വന്തിരമുത്തുല തഞ്ചത്തെ തിങ്കതിരോടാവിൻ പഴങ്കതിരോടിൽ കൊഞ്ചത്തെ തിന്തിടും പൊടി വര സന്തരി കൊണ്ടൊരു തഞ്ചത്തെ പൊടി പണ്ടിനകത്ത കറുപ്പ് കരില്ലും ഉടലിട്ട കുലിപ്പട കെട്ടിട്ടാൽ അണ്ടക്കെടും മടം പൊടി വര സുഖമാനും പല കൊട്ട കലികസാലം മട്ടത്തരവത മട്ടത്തിരുമുഖ കരകരം അങ്കത്തതികിന്ത സംസരിതം ഇല്ല തകതിരി തള്ളങ്കൃത ഗന്ധമൃതം സ്വർഗ തള്ളമില്ല വള്ള കൃതി കല്ലി ചിരി കുഴലിക സംഗൃതവ മകരി തങ്കത്തുങ്ക തതികിണ്ട തിങ്കൃത തിമികിട്ട വേണം തകതന്തരി തരിഗമ തത്തതിങ്കിണം തിന്തിമി തളങ്കൃത താളം ഇമ്പക്കരം കഴുത്തും കരുത്തിരുത്തിട്ടെ ചെമ്പിടു മാതൃ കരിമച്ചെപ്പ് കരിത്തിട്ടെ സമ്പ്രദായമോ കുഞ്ഞി ചിന്നമവട്ടം തെറ്റിട്ടെ സാരസ കണിക്കുറമുലയും പൊട്ടിട്ടേ താളം തങ്ങളമോ പരിയാതുരയാന കുറിപ്പാനെ താര മക്കള മക്കളി കൊതിയാലയില്ല ഇടും വസു സാലം സാലം മത്തത്തരിവല മത്തത്തിരുമ അംഗം തതിക്കുന്ന കൃതി സംസരിതം ഇള തകതിനി തളങ്കൃത ഗന്ധമൃതം സ്വർഗ തള്ളമില്ല വള കൃതി കല്ലിച്ചിരി കുഴലിക സംഗൃതവ മകരി തങ്കത്തുങ്ക തതികിണം തിങ്കൃത തിമികിട്ട മേളം തകതന്തരി തരിഗമ തത്തതിങ്കിണം ചിന്തിമി തളങ്കൃത താളം സംഗൃതവ മകരി തങ്കത്തുങ്ക തതികിണ തിങ്കൃത തിമികിട്ട മേളം തകതന്തരി തരിഗമ തത്തതിങ്കിണം ചിന്തിമി തളങ്കൃത താളം
തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പളം മസക്കറിയുണ്ടാക്കി
പാടുപെടും മരണത്തെ ചിന്തിക്കൂ, കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ. മാടുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ, കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ. നാളുകളോടും സമ്പാദിച്ച് സമ്പത്തും സന്താനമെന്ന് പാടി നോക്കാൻ കബറിങ്കെത്തൂല, നാളെ പാടി നോക്കാൻ കബറിങ്കെത്തൂല. മാതുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ, കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ. പച്ചമണ്ണിൽ കിടത്തിട്ട് മണ്ണുമിട്ടു വീഴുമ്പോൾ രക്ഷ ചെയ്യുവാൻ ആരുമില്ല സ്ഥലത്ത്, നിനക്ക് രക്ഷ ചെയ്യുവാൻ ആരുമില്ല സ്ഥലത്ത്. മുൻകരുണെ കീറുമെന്ന് തുവായിടും സമയത്ത് രക്ഷ
നിവൃത്തി എന്താ നോക്കണ്ടേ നിവൃത്തി എന്താ നോക്കണ്ടേ മാട് പോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ അന്ന് തന്നെ പരലോകയാത്രയുണ്ടെന്നുറപ്പിച്ച് തമ്പുരാനെ സിപിഎം വണങ്ങണ്ടേ തമ്പുരാനെ സിപിഎം വണങ്ങണ്ടേ മാതുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ നമ്മുടെ സാമ്പത്തിക കൗണ്ടറിൽ കൊടുക്കേണ്ടതാണ് സ്വകാര്യമായി അറിയിക്കും. കുട്ടികളൊക്കെ റെഡിയാണല്ലോ അല്ലെ? കുറച്ച് ജനറൽ നോളജ്, കുറച്ച് തമാശ ചോദ്യങ്ങൾ കേട്ടപ്പോ നമുക്ക് ലേഡീസിന്റെ അടുത്തേക്ക് പോകാം അല്ലെ? നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? പ്രതിഭ പാട്ടീൽ. മൻമോഹൻ സിംഗ്. പെട്ടെന്നായത് കൊണ്ടാണ്. ഓക്കെ, മൻമോഹൻ സിംഗ്. ഈ മൻമോഹൻ സിംഗിനോട് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഇരിക്കില്ല. എന്താ കാരണം? അതൊരു കുസൃതി ചോദ്യമായിട്ടാണ്. മൻമോഹൻ സിംഗിനോട് ഇരിക്കൂ എന്ന് എത്ര പറഞ്ഞാലും അദ്ദേഹം ഇരിക്കില്ല. മലയാളത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ല. ഓക്കെ, ചോദിച്ചോന്നില്ല. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു? നമ്മള് കത്തുകളൊക്കെ എഴുതി അയക്കാറുണ്ട് അല്ലെ? കത്തുകളൊക്കെ എഴുതി അയക്കാറുണ്ട്. അപ്പോ കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്?
വേണ്ട, ഒരു ക്ലൂ തരാം. കേരളത്തിലെ കായലുകൾ അധികമുള്ള ഒരു ജില്ല. ആരും വിളിച്ചു പറയാവുന്ന ഒരാൾ കൈവയ്ക്കുക. ആർക്ക് പറയാം? ഇതാ നമ്മുടെ ഈ മോൻ പറയട്ടെ. മോന്റെ പേര് പറ. സ്ഥലം അല്ല, അതിനോട് അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ആരാ പറയാവുന്ന ഒരു കൈവോക്കും? തൃശ്ശൂര്. അല്ല. ആലപ്പുഴ. ശരി ഉത്തരമാണ്. ഒന്ന് കൈയടിക്കൂ അല്ലേ? ശരി ഉത്തരം പറയുമ്പോ കൈയടിക്കണ്ടേ? നമുക്ക് ഇന്ത്യയിലെ ജനസംഖ്യ അറിയാലോ അല്ലെ? 102 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 102 കോടി ജനങ്ങൾ അല്ലെ? പുറകോട്ടൊക്കെ പോവാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം പറയാവുന്ന ഒരു കൈവക്കും. ആരായാലും പറയാവുന്നവര് വിളിച്ചു പറയരുത്. ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ എല്ലാവരോടും ചോദിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ആരാ? ചൈന. ഓക്കെ, ശരി ഉത്തരാണ്. ചൈന. ഓക്കെ. അപ്പൊ അടുത്തത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാ? ഇന്ത്യയുടെ പറയാൻ പറ്റുന്ന ഒരു കൈവക്കിക്ക്. കുട്ടികൾ, ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാ? കുട്ടികൾ ഒച്ചത്തി പറ. എളുപ്പമുള്ള ചോദ്യമാണ്. ചാടി പറ, പെട്ടെന്ന് അറിയാം. ഇനി ഒരു തമാശ ചോദ്യം ചോദിക്കാം. നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയുന്നത് എന്താ? സിഗരറ്റ് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ? വലിച്ചോണ്ടിരിക്കുക. അത് കുറയില്ല, കൂട്ടാലോ? കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയുന്നു. കൈയടിച്ചേ. കൂട്ടാൻ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയും അല്ലേ? അതാണ്. ആളുകളുണ്ട്. അപ്പൊ തമാശ ക്വസ്റ്റ്യനോടാണ് എല്ലാവർക്കും താല്പര്യം. ഓക്കെ, എല്ലാവരും പെണ്ണുങ്ങളൊക്കെ കയ്യിൽ വള അണിഞ്ഞിട്ട്, ചില ആണുങ്ങളും കയ്യിൽ വള അണിഞ്ഞിട്ടുണ്ടാവൂലേ? കയ്യിൽ അണിയാൻ പറ്റാത്ത വള ആരും വിളിച്ചു പറയരുത്. ഞാൻ ചോദിക്കും. ഇതാ ഇവിടെ ആമ്പിള്ളേരുണ്ടല്ലോ. മോനെ പറ. തവള അല്ലേ? എല്ലാവർക്കും പലരുടെയും ഭരണം ഭയങ്കര ഇഷ്ടമാണ്. ഭരണം ഇപ്പൊ നമുക്ക് പല ആളുകളുടെ, പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ ഭരണം പല ആളുകൾക്ക് പല രീതിയിൽ ഇഷ്ടമായിരിക്കും. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണം അറിയും. വിളിച്ചു പറയരുത്. ആ പറ. ആഭരണം. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണമാണ് ആഭരണം. ഓക്കെ. ഇനി ഒരു ചോദ്യം, കുസൃതി ചോദ്യം. നമ്മുടെ തലസ്ഥാനം എവിടെയാ? പിള്ളേരൊക്കെ ഉഷാറാട്ടോ. എന്താ പറഞ്ഞ? സംഷാദ്. ഇത്ര കൂട്ടത്തിലുള്ളതുകൊണ്ട് എത്ര പെട്ടെന്ന് പറഞ്ഞു നോക്കണം. എന്റെ ധാരണകളൊക്കെ തെറ്റിച്ചു. ഇത്ര പെട്ടെന്ന് സംഭവം പറഞ്ഞു. ബ്രില്യന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും വനിതാ മുഖ്യമന്ത്രിമാരായിരുന്നു ആര് പറയും? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും വനിതാ മുഖ്യമന്ത്രിമാരായിരുന്നു. സ്ത്രീകളായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും വനിതാ മുഖ്യമന്ത്രിയും സ്ത്രീകളാവുമല്ലോ. ആ വനിത എന്ന് ചോദിച്ചല്ലോ. കൊള്ളാം. എന്തായാലും ആമിനത്താത്ത ദോശ ചട്ടുകം കൊണ്ട് മറിച്ചിട്ടു.
എന്തുകൊണ്ടാ? അത് പത്തിരി അപ്പം താനെ പറയാത്തോണ്ട് തന്നെ സ്വയം പറയാത്തോണ്ട് കുറെ നേരം നോക്കി നിന്നിട്ടും സ്വയം അത് മാറുന്നില്ല അല്ലേ? അപ്പൊ ചട്ടുവ കൊണ്ട് മറിച്ചിട്ട് കറക്റ്റ് കറക്റ്റ് അതാണ്. കൊള്ളാം. ഇനി നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും തലകുനിക്കുന്ന ഒരാളുണ്ട്. ആരുടെ മുന്നില? പെൺപിള്ളേരാണ് അവിടെ ആൺപിള്ളേർ ബാർബറുടെ മുന്നിൽ. അത് ആർക്കും തല കുനിക്കുന്നതിന് പ്രായവ്യത്യാസമോ ഒന്നുമില്ല. ഒരു സീരിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH70 നാഷണൽ ഹൈവേ 17. കൈയടിക്കോ? എത്ര ആളാ കുസൃതി ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നല്ല കുസൃതി കയ്യിലുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം വരുന്നത് അല്ലേ? അത്ര പെട്ടെന്ന് വരും. ശരി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? പറഞ്ഞോളൂ. പരതക്കാടല്ല. ശരി. അപ്പൊ എവിടെയാണ്? മുംബൈ. യെസ് കറക്റ്റ്. ഓക്കെ. ക്വിസ് പ്രോഗ്രാമിന് കുട്ടികൾ ആരൊക്കെയോ പേര് കൊടുക്കും. ആർക്കും പങ്കെടുക്കാം. നമുക്ക് സാധാരണ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ്. നൈൽ നദിയുടെ ദാനം. അതൊരു സ്ഥലം. നൈൽ നദിയുടെ ദാനം. അമ്മോള് പറ. ഈജിപ്ത്. പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഇനി ഒരു ചോദ്യം, ഒരു ഫണ്ണി ചോദ്യം. ഇന്ത്യൻ അതിർത്തിയിൽ നിൽക്കുന്ന കാള ചാണകമിടുകയാണെങ്കിൽ അത് ആ ചാണകം പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണെങ്കിൽ പാലാർക്ക് അവകാശപ്പെട്ടത്? ഇതാ പുതിയൊരു അറിവ്. കാളയ്ക്ക് പാലുണ്ടാവില്ലെന്ന് ഉണ്ടോ? എന്താ എല്ലാവർക്കും ഒരു സംശയം വന്നു ഞാൻ ചോദിച്ചപ്പോ? കാള പാല് തരുമോ? പരതക്കാടുണ്ടോന്ന് എനിക്കറിയാം. ഇല്ല. ഓക്കെ. കാള പാല് തരും. ഓക്കെ. പറയാൻ പറ്റിയിട്ടില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം. ഇതോടുകൂടി അവസാനിപ്പിക്കാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം. അല്ല. മൂക്കിന്റെ പാലം. നമ്മൾ നിർത്തുന്നു എല്ലാവരും. എനിക്ക് ചെറിയൊരു ചോദ്യം. KSRTC ഉണ്ടാവുന്ന 2 ആനയുടെ ചിഹ്നം. ഈ ആന ആണോ പൊണ്ണോ? അത് KSRTCന്റെ അടുത്ത് നോക്കുമ്പോ എന്ത് ചെയ്യണം? എന്താ ചെയ്യാ? ആനനെ കണ്ടല്ലേ ഇതല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ആണോ പെണ്ണോന്ന് അറിയാൻ നോക്കണം. ആനനെ മൂപ്പര് കണ്ടിട്ടുണ്ട്. അപ്പൊ നോക്കും കൂടി മൂപ്പര് ചെയ്താൽ ഓക്കെ.